നല്ലപോലെ ബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൌട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് ഉള്ളൂർ. ഇന്ന് ഞാൻ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ പേരിൽ ഗോസിപ്പിൽ കിടക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ കൂട്ടുകാരി. അപ്പോൾ ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണം നീ. ശ്രീമാൻ ബിജേഷ് വിജയനും ശ്രീമതി മഹാലക്ഷ്മിക്കും. ഹായ് ബിജേഷ്, മഹാലക്ഷ്മി. Hi Maha, hi Bijesh. Hello Bijesh, Mahalakshmi. Hi Mahalakshmi, Bijesh. Hi. Bijesh Cheta, Chechi, Mahalakshmi Chechi. Hi Bijesh and Mahalakshmi. Hi guys. Hi Mahalakshmi. Hi Bijesh. Mahalakshmi. Hi Mahalakshmi and Vijay. Hello. Hi Maha and Bijesh. Hi Chambia. Kunya. Hi Bijesh and Mahalakshmi. Bijesh and Mahalakshmi, Nittumanis, Chunks, Chakaras, Kalbinde Kashnams. ഇതൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് countryman. Too bad, countryman. Hi Bijesh, Mahalakshmi. Hi Bijesh and Mahalakshmi. Hi. Hi Bijesh, Mahalakshmi. Hello Mahalakshmi and Bijesh. Hello Maha, hello Apikuta. Hi. My dear Minasaji and Bijesh Vijayan. Hi Mahalakshmi, Bijesh. Hello Mahalakshmi, Bijesh. നന്ദു തിരുമംഗലത്ത് വീട്ടിലെ പരേതനായ ആദിനാരായണൻ തമ്പിയുടെ ഏക മകൻ നന്ദകുമാരൻ തമ്പി. എന്താ വിശ്വാസം വരുന്നത്? My dear Minasaji and Bijesh Vijayan, so you people are getting married on January 2nd. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രതീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കേട്ടതിലും ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻവേസ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആൻഡ് January 2nd നമ്മൾ പൊളിക്കും. അതിന് മുന്നേയുള്ള ദിവസം പൊളിക്കും, അത് കഴിഞ്ഞുള്ള ദിവസം പൊളിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ഗെറ്റ് ടുഗദറും കൂടെ ആയിരിക്കും. പിന്നെ എന്താ പറയാനോ, ബാക്കി കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയാനുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഞാൻ മാത്രമല്ല, എല്ലാ ഫ്രണ്ട്സും ആയിക്കോട്ടെ വിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിൽ പ്ലാൻ ഫോർ ദാറ്റ്. മൂവന്തിച്ചായും തീരം തേടി ദൂരെ, അല്ലെങ്കിൽ അത് വേണ്ട. പൊന്നെ പൂവേ കർലേ കൽവിനുള്ളിലെ മോളെ, പുന്നാരപ്പൂവല്ലേ തേനെ എൻ്റെ ബിജേഷേ, പഞ്ചാരപ്പൂവല്ലേ തേനെ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിൽ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിതകാലം മൊത്തം ജീവിക്കണം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ നേരുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവണം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. എന്നും നിലനിൽക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം. വാസ്തവം. Your marriage is truly happiness to me. May God bless you. Lots of love. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്, മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയണം. നമുക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ.
കോളേജ് ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. അയ്യോ തള്ളരുത് ഇന്നാൾ തള്ളിയത് ഞാൻ നോട്ടി. അപ്പൊ അതിലേക്ക് ഒന്നുകൂടി നിങ്ങളുടെ കല്യാണത്തിന് പോയില്ലേ? എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഞാനിവിടെ ഒമാനിലാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഞാനും കുണ്ടനും ഫിറോസും ഒക്കെ മഹാലക്ഷ്മിയുടെ കല്യാണത്തിൽ വരുന്നുണ്ട്. ഭേദം ഈ കായലിറങ്ങി വളി വിടുന്നതാ. 2 കൊമളെങ്കിലും പൊന്തി വന്ന് പൊട്ടും. അപ്പൊ എല്ലാരും മാക്സിമം വരാൻ നോക്കണം, ആരും വരാതിരിക്കരുത്. അപ്പൊ എന്താ എല്ലാവർക്കും അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലും ശരി, ഭഗവതി ആണ് സത്യം. എന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്റെ പേര് ജോ. നല്ല പേര്. ഞാനിവിടെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അപ്പൊ എന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആയ വിജേഷും മഹാലക്ഷ്മിയും. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സഹിക്കും. മഹാലക്ഷ്മിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഷീ ഈസ് എ വെരി സ്വീറ്റ് ഗേൾ. പിന്നെ ഭയങ്കര പേഷ്യൻസ് ആണ്. അതേ കണക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഷീ വിൽ ഡു ഇറ്റ് 100%. പിന്നെ ഷീ ഈസ് വെരി ഫ്രണ്ട്ലി ടു ഓൾ. സോ ഷീ ഈസ് വെരി ക്യൂട്ട് ആൻഡ് എ സ്വീറ്റ് ഗേൾ ആൻഡ് ഐ വിഷ് ഹർ ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. പിന്നെ ബിജീഷ് ആണെങ്കിൽ കുറച്ച് റിസർവ്ഡ് ആണ്. പിന്നെ അതേ കണക്ക് തന്നെ ഒരു പിന്നെ ഒത്തിരി സംസാരിക്കത്തില്ലെങ്കിലും ഒത്തിരി സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളെന്നാണ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും ആ ഒരു രീതിയിലേ നമ്മുടെ അടുത്തെല്ലാം നിന്നിട്ടുള്ളൂ. ആൻഡ് ഹീ ഈസ് എ വെരി ലവിങ് ഗൈ. അതുകൊണ്ടാണല്ലോ മഹാലക്ഷ്മി വിജേഷിനെ ഇഷ്ടപ്പെട്ടത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആൻഡ് വി all the teachers like both of them a lot because they are very good couples and we all wish them all the very best in their life. എന്താ പറയുക, ഒത്തിരി സന്തോഷം. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എത്തണമെന്ന്, പക്ഷെ ഇവിടെ നിന്ന് ചാടാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോയി. ആ ഷേഖ് അബ്ദുള്ള തെണ്ടിയെ കുടുക്കിയടാ, ജയിലിൽ കിടക്കണതായി. എല്ലാ പ്രാർത്ഥനയും അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ടാവും. കാര്യങ്ങളെല്ലാം ഉഷാറാവട്ടെ. ശരിക്കും മിസ് ചെയ്യും. വന്നിട്ട് ഉറപ്പായും കാണണം. ഓൾ ദ വെരി ബെസ്റ്റ്. Wish you a happy married life. I am so excited that Mahalakshmi getting a permanent citizenship in Australia. Okay. അതെന്നെ, ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. All the very best dudes. എന്തേച്ചി യമുന റാണി സിനിമ നടി യമുന റാണി നോക്ക്. മഹാലക്ഷ്മിക്കും വിജേഷിനും എല്ലാവിധ ആശംസകളും. All the best. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ബൈ. എത്താൻ പറ്റത്തില്ല, അതിൽ വിഷമമുണ്ട്. ഒരാളുടെ പോലും കല്യാണം കൂടാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ വെച്ച് കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മഹാലക്ഷ്മിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. Hello Bijesh, Mahalakshmi. Actually I'm pretty much excited to know that finally you guys are going to get married. My hearty wishes. അമ്മേ പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീ. നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് മണവാളൻ ചെക്കനാണ് ബിജേഷ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. എനിക്ക് കല്യാണത്തിന് നാട്ടിൽ വരാൻ പറ്റില്ല. സോ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചേർന്ന് നിങ്ങൾ കല്യാണം അടിച്ചു പൊളിക്ക്. എല്ലാവിധ ആശംസകളും. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. സ്റ്റേ ഹാപ്പി, ബി ഹാപ്പി.
വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഒത്തിരി 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 കാലം സന്തോഷത്തോടെ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ഒരു ഡസം പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരെണ്ണം ഒരെണ്ണമല്ല രണ്ടെണ്ണം. ഹാപ്പി മാരീഡ് ലൈഫ് മാൻ വിജേഷ്. പറ ഹാപ്പി മാരീഡ് ലൈഫ്. കുഞ്ഞാൻ കൊച്ചാന്ന് പറ. കുഞ്ഞാ ഹാപ്പി മാരീഡ് ലൈഫ്. മഹയുടെ അട്ടഹസച്ചിരി അന്ന് രാത്രി യക്ഷിയാണെന്ന് വിചാരിച്ച് പേടിക്കരുത്. ഒന്ന് ചിരിച്ചേ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങളുടെ കല്യാണക്കാര്യമൊക്കെ അറിഞ്ഞു? അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ രണ്ടുപേരുടെയും അനുഗ്രഹം എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ചേട്ടാ കല്യാണം തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോകും. മഹാലക്ഷ്മി ലോക്കിട്ടു എന്നൊരു ദുഃഖവാർത്ത അറിയാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ മദാമള കൂടെ അടിച്ചു പൊളിക്കണ്ടേ, എന്തെല്ലാം അടിച്ചു പൊളിക്കാനുള്ള ആളാ. കുടുങ്ങിയില്ലേ, കഴിഞ്ഞില്ലേ, തീർന്നില്ലേ, ജീവിതം തീർന്നില്ലേ. എന്തായാലും സാരമില്ല. മഹാലക്ഷ്മി വിദേശിലെ അതിവിദഗ്ധമായി ലോക്ക് ചെയ്ത മഹാലക്ഷ്മിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും നല്ലൊരു അടിപൊളി ജീവിതം ഉണ്ടാവട്ടെ. ഇങ്ങനെ നീയും കുടുങ്ങി. ആണോ? അയ്യോടാ പാവം. ഒരുപാട് വശം അടിച്ചു പൊളിക്കുക. അയ്യോ ദാരിദ്ര്യം. മഹാലക്ഷ്മി ചെറുക്കനെ അങ്ങ് വെച്ചങ്ങനെ. അപ്പോൾ നീണ്ട കാലത്തെ പ്രണയത്തിന് ശേഷം കല്യാണം വരെ എത്തിയിരിക്കുകയാണ്. ക്രിസ്മസും പുതുവത്സരവും ഒന്നിക്കുന്ന ഈ ഒരു വേളയിൽ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഹാപ്പി മാരീഡ് ലൈഫ്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. ഇപ്പം ഞാൻ ജോലി സംബന്ധമായ ഒരു കാര്യമായിട്ട് സന്നിധാനത്താണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നീ പോലീസും നമ്മുടെ സംഘമിത്രങ്ങളും എല്ലാം സഹായിച്ചാൽ അങ്ങ് എത്താൻ പറ്റിയാൽ എന്തായാലും 2-ാം തീയതി എത്തുന്നതായിരിക്കും. എന്തായാലും പറ്റിപ്പോയി, ഇനി നടന്നോ, അത്രേ ഉള്ളൂ. നമസ്കാരം. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. കല്യാണമൊക്കെ ആയി വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ. കാരണം നമ്മളോട് വർഷങ്ങളോളം ഒരുമിച്ച് പഠിച്ച, നമ്മളോടൊപ്പം പഠിച്ച 2 പേര് വിവാഹിതരാകുന്നു എന്നുള്ളതിലുപരി 2 സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ യൂണിയനും കൂടിയാണ് എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്നൊരു ഒരു സിവിൽ എഞ്ചിനീയറിനോട് 2 വസ്തുക്കളുടെ കൂടിച്ചേരൽ എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് കോൺക്രീറ്റും സ്റ്റീലിൻ്റെയും കോമ്പിനേഷനാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട് എന്ന് കരുതിയിട്ട് കോൺക്രീറ്റിനകത്തേക്ക് എനിക്ക് ഗോൾഡിനെ കുത്തി കയറ്റാൻ പറ്റില്ല. എന്താ ഒന്ന് എൻ്റെ കയ്യിലെ പൈസ നഷ്ടം മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ചേരേണ്ടത് കോൺക്രീറ്റും സ്റ്റീലും തന്നെയാണ്. എക്സ്ട്രോർഡിനറി കോമ്പിനേഷൻ, ശരിയല്ലേ? ഒറിജിനലാണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ. വിജയിച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് എടുക്കാം, മഹാലക്ഷ്മി നമുക്ക് സ്റ്റീലായിട്ട് എടുക്കാം. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് വിജേഷും ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് മഹാലക്ഷ്മിയും ചേർന്നാൽ എക്സ്റ്റേണലി ഉണ്ടാകുന്ന എല്ലാ ബെൻഡിങ് മൊമെൻറ്റ്, എല്ലാ ഷിയർ ഫോഴ്സും, എല്ലാ ടോർഷണൽ മൊമെൻറ്റും, എല്ലാ ആക്സിയൽ മൊമെൻറ്റും എല്ലാത്തിനെയും ഇവ റെസിസ്റ്റ് ചെയ്യും. എന്ത് തന്നെയായിരുന്നാലും ഇവരുടെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിന് താഴെ അത് നിൽക്കത്തുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും എല്ലാം ഒരേപോലെ ആണല്ലോ. ചുരുക്കി പറഞ്ഞാൽ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ശരിയല്ലേ? തളരരുത് രാമപതി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എല്ലാരും ഇറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. Very, very happy married life.
married life. Hi Bijesh Mahalakshmi, wish you all the very best for your marriage. విజేష్ మహాలక్ష్మి ఇద్దరికి పెళ్లి రోజు శుభాకాంక్షలు. బాయ్.